കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പാണ് കിഫ്ബിയുടെ സഹായത്താൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന ഇടത് സർക്കാർ കിഫ്ബിയെ ഉപയോഗപ്പെടുത്തിയാണ് കേരളത്തിന്റെ വികസന കുതിപ്പിന് അതിവേഗം പകർന്നത്. കേരളത്തിന്റെ സമസ്ത മേഖലയിലും ഇപ്പോൾ കിഫ്ബിയുടെ സഹായത്തോടെയുള്ള വികസനങ്ങൾ നടക്കുന്നു. ഓരോ വകുപ്പിലും മണ്ഡലങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും MLA-മാരും ആവശ്യത്തിനനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഇടപെടലുകളും നടത്തുന്നു. അതായത് നാടിന്റെ മുഖച്ഛായ മാറ്റിയെടുക്കുന്നതിൽ കിഫ്ബി സുപ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നിസ്സംശയം പറയാനാകും. പട്ടികവിഭാഗ ജനങ്ങളുടെ ഉന്നമനത്തിനായി കേരള സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന ശക്തമായ നടപടികൾക്ക് അതിവേഗം പകരുന്നതിന് കിഫ്ബിയും ഒപ്പമുണ്ട്. കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ വലിയൊരു ശതമാനം തമിഴ്നാടിന്റെ അതിർത്തിയോട് ചേർന്ന പശ്ചിമഘട്ട മലനിരകളിലാണ് പ്രധാനമായും താമസിക്കുന്നത്. ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ഭക്ഷണം, പാർപ്പിടം, സാമൂഹിക പരിസരം തുടങ്ങിയ അവശ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകുന്നതിലൂടെ പിന്നാക്ക സമൂഹത്തെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുമ്പോൾ തന്നെ ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവം ഇതിന് തടസ്സമായിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ ITIകളും മറ്റു കെട്ടിടങ്ങളും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളും നിർമ്മിച്ചാണ് സർക്കാർ ഈ പരിമിതി മറികടക്കുന്നത്. കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പിൽ നമ്മൾ ഏകദേശം ഒരു 72-100 കോടിൻ്റെ അടുത്തുള്ള വർക്കുകൾ സ്റ്റേറ്റ് ബേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ. അതിൽ പ്രധാനമായിട്ടും നമ്മൾ MRS ഹോസ്റ്റൽ പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ആറളം ഫാമിൽ ഹോസ്റ്റൽ നിർമ്മാണം, അതേപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരം തോന്നയ്ക്കൽ MRS സ്കൂൾ കെട്ടിടം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ കിഫ്ബി പ്രവൃത്തിയിൽ നമ്മൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പിൻ്റെ വകുപ്പിൽ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പട്ടികജാതിക്കാർക്ക് ഉന്നത ജീവിത നിലവാരം കൈവരിക്കാൻ സഹായിക്കുന്നതോടൊപ്പം തൊഴിൽ സാധ്യതകൾക്കും നൈപുണ്യ വികസനത്തിനും മികച്ച അവസരങ്ങൾ ഒരുക്കുന്നതിനായി 5 ITIകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വെട്ടിക്കവലയിലെ ITI, ആറ്റിപ്രയിലെ ഗവൺമെന്റ് ITI, പൊന്നാനിയിലെ ITI എന്നീ 3 പദ്ധതികളും പൂർത്തീകരിച്ചു.
വിവിധ സ്ഥലങ്ങളിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ നിർമ്മാണം നടത്തിയും പിന്നാക്ക വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തിയുമാണ് നമ്മുടെ സർക്കാരും കിഫ്ബിയും മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിലും കണ്ണൂർ തളിപ്പറമ്പിലും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തിയായത് ചെറിയ നേട്ടമല്ല. 2023 പൂർത്തിയായ തോന്നയ്ക്കലിലെ റെസിഡൻഷ്യൽ സ്കൂളിന് 25 കോടി രൂപ സർക്കാരും 16.95 കോടി രൂപ കിഫ്ബിയുമാണ് ചെലവഴിച്ചത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായി 13 പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നതിനായി 52.30 കോടി രൂപയുടെ ധനസഹായമാണ് അനുവദിച്ചത്. 2021 ഏപ്രിലിൽ പണിപൂർത്തിയായ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പ്രീ എക്സാമിനേഷൻ പരിശീലന കേന്ദ്രത്തിനായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 1.3 കോടി രൂപ അനുവദിച്ചു. ഇടുക്കി ജില്ലയിലെ നാടുകാണിയിൽ 2020 പൂർത്തിയായ തൊഴിലധിഷ്ഠിത പരിശീലന കേന്ദ്രത്തിനായുള്ള അക്കാദമിക് ബ്ലോക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് 4.03 കോടി രൂപയും ലഭ്യമാക്കി. മാനന്തവാടി മണ്ഡലത്തിലെയും വയനാട് ജില്ലയിൽ ആകെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ കിഫ്ബി പ്രധാന പങ്കാണ് വഹിക്കുന്നത്. വീരപഴശ്ശിയുടെ ചരിത്രമുറങ്ങുന്ന മാനന്തവാടിയെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ വികസന പാതയിലേക്ക് നയിച്ചത് കിഫ്ബിയാണെന്ന് നിസ്സംശയം പറയാനാകും. ഒരു കാലത്ത് തകർന്ന റോഡുകളും സൗകര്യങ്ങളുമില്ലാത്ത ആശുപത്രികളൊക്കെയായി ശോച്യാവസ്ഥയിലായിരുന്ന മാനന്തവാടിക്ക് കിഫ്ബി വഴി പുതുവഴി സാധ്യമായി. മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇപ്പോൾ പഴങ്കഥയാണ്. അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ജില്ലാ ആശുപത്രിയെ മാറ്റുന്നതിന് 46 കോടിയാണ് കിഫ്ബി നൽകിയത്. വയനാട് ജില്ലയിലെ മാനന്തവാടി മണ്ഡലത്തിലും നിരവധി പ്രവർത്തികൾ കിഫ്ബി പദ്ധതി മുഖേന നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വേണം നമ്മൾ വയനാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മലയോര ഹൈവേ, മാനന്തവാടി പോലീസ് ടൗണിൽ നിന്നും തുടങ്ങി കൽപ്പറ്റ ചെന്ന് ചേരുന്ന മലയോര ഹൈവേ 150 കോടി രൂപ നമ്മൾ കിഫ്ബി പദ്ധതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാനന്തവാടി മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം സ്കൂളുകളും 3 കോടിയും 2 കോടിയും 1 കോടിയും വെച്ചുകൊണ്ട് എല്ലാ സ്കൂളിലും നമുക്ക് കിഫ്ബി പദ്ധതിയിൽ ഫണ്ട് ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചു. അതിൽ മാനന്തവാടി പട്ടണത്തിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് തന്നെ നമ്മൾ 5 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ നമ്മൾ വകയിരുത്തുകയും പ്രവൃത്തി ആരംഭിച്ച് അത് പൂർത്തീകരിച്ച് നമ്മൾ നാടിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കുറേ പദ്ധതികൾ നമ്മൾ കിഫ്ബിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരോഗ്യ മേഖലയിലും കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് നമ്മൾ കുറേ നിരവധി പ്രവൃത്തികൾ നമ്മൾ ഏറ്റെടുത്തു. പൊതുവേ നാടിൻ്റെ വികസനോന്മുഖമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിഫ്ബി പദ്ധതിയാണ് പൊതുവേ കേരള ഗവൺമെൻറ്റും വയനാട് ജില്ലയിലും ഉപയോഗിച്ച് വരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ വലിയ ഒരു മുന്നേറ്റം നമുക്ക് കേരളത്തിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനിയും ഒരുപാട് പദ്ധതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിക്കേണ്ട
ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പല വർക്കുകളും ഓൺഗോയി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മാനന്തവാടി നേരിട്ടിരുന്ന മറ്റൊരു പ്രശ്നമായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്കും കിഫ്ബി ധനസഹായത്തോടെ ശാശ്വത പരിഹാരമുണ്ടായി. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് 122 കോടി രൂപയുടെ കിഫ്ബി ധനസഹായം ലഭിച്ച മലയോര ഹൈവേയുടെ നിർമ്മാണം. വയനാട് ജില്ലയിൽ ഇപ്പോൾ വികസന പദ്ധതിയിൽ നമ്മൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മാനന്തവാടിയിൽ നമ്മൾ പുതിയ ഒരു 8 നില ബ്ലോക്ക് ഹോസ്പിറ്റൽ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു. പിന്നീട് നമ്മൾ ഈ പറയുന്ന മലയോര ഹൈവേ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ റീബിൽഡ് കേരളയിൽ നിരവധി റോഡുകൾ, മാനന്തവാടി മണ്ഡലത്തിൽ നിരവധി റോഡുകൾ, ഏകദേശം ഒരു കൃത്യമായി കണക്ക് 27 റോഡുകളോളം നമ്മൾ റീബിൽഡ് കേരളയിൽ നമ്മൾ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആശുപത്രിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ റീബിൽഡ് കേരളയിലും കിഫ്ബി പദ്ധതിയിലും കേരള ഗവൺമെൻറ് പ്ലാൻ ഫണ്ടിലും ഒക്കെ നമ്മൾ ചെലവഴിച്ചു. മാനന്തവാടി മണ്ഡലത്തിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, ഇനി PWDൻ്റെ അണ്ടറിൽ പദ്ധതി അല്ലെങ്കിൽ ഫണ്ട് വെക്കാത്ത ഒരു റോഡും ഇനി മാനന്തവാടി മണ്ഡലത്തിലില്ല. എല്ലാ PW റോഡുകളും നമ്മൾ ഹൈടെക് നിലവാരത്തിലേക്ക് ആക്കി കഴിഞ്ഞു. മാനന്തവാടി പക്രന്തളം റോഡിന്റെ നിർമ്മാണവും മാനന്തവാടി കൈതക്കൽ റോഡിന്റെ നിർമ്മാണവും കിഫ്ബി വഴിയാണ് പൂർത്തിയായത്. മാനന്തവാടിയിലെ ആളുകളെ അലട്ടിയിരുന്ന മറ്റൊരു പ്രശ്നമായിരുന്നു കുടിവെള്ള ലഭ്യതയ്ക്കും കിഫ്ബി വഴി പരിഹാരം കാണാനായി. കുടിവെള്ളം കിട്ടാക്കനിയായിരുന്ന വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും വെള്ളമെത്തിക്കാൻ കിഫ്ബി ഇടപെടലിലൂടെ കഴിഞ്ഞു.
മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതികളും കിഫ്ബി വഴിയാണ് നടപ്പിലാക്കിയത്. മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ സ്പോർട്സ് കോംപ്ലക്സ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഡിജിറ്റൽ തിയേറ്റർ, ഒറൈ സ്റ്റുഡിയോ തുടങ്ങിയവ നിർമ്മിച്ച് ഉന്നത നിലവാരത്തിലേക്ക് കോളേജിനെ ഉയർത്തിയത് കിഫ്ബി, പ്ലാൻ ഫണ്ട് എന്നിവ ഉപയോഗിച്ചാണ്. സ്കൂളും ഈ പറയുമ്പോൾ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും, ഒരു സ്കൂളിന് പോലും ഇനി ഫണ്ട് ലഭിക്കാത്ത വിഷയം ഇനി മാനന്തവാടി മണ്ഡലത്തിലില്ല. എല്ലാ സ്കൂളിലും നമ്മൾ ഫണ്ട് ലഭ്യമാക്കി കഴിഞ്ഞു. അതൊരു ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള വലിയ ഒരു വികസന മുന്നേറ്റം തന്നെയാണ് മാനന്തവാടി ഇപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വർഷം തോറും നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും സർക്കാരും കിഫ്ബിയും നൽകുന്ന ധനസഹായം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിലും തുടരുന്ന കേരള മാതൃകയ്ക്ക് പിന്നിൽ കിഫ്ബിയുടെ വലിയ പിന്തുണയുണ്ട്. സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് കേരളത്തിന്റെ വികസന ചരിത്രം തന്നെ തങ്കലിപികളിൽ മാറ്റിയെഴുതും.